മുട്ടുകാട് നിന്നും പെരിയ കനാൽ എത്തിയ ഞാൻ ചിന്നക്കനാലിൻ്റെ ഉൾഗ്രാമങ്ങളിലൂടെ ബോധിമേട് വ്യൂ പോയിന്റിലേക്ക് പോകാനായിരുന്നു തീരുമാനിച്ചത്. പെരിയ കനാൽ ടീ ഫാക്ടറിയുടെ മുന്നിൽ നിന്നും ഇടത്തേക്ക് ഒരു കോൺക്രീറ്റ് റോഡുണ്ട്. ആ റോഡ് യാത്ര ചെയ്താൽ പെരിയ കനാലിൻ്റെയും ചിന്നക്കനാലിൻ്റെയും ഗ്രാമീണ ഭംഗി ആവോളം ആസ്വദിച്ച് യാത്ര ചെയ്യാൻ സാധിക്കും. പ്രകൃതി ഭംഗി കൊണ്ടും ഈ കാണുന്ന ശാന്തമായ അന്തരീക്ഷം കൊണ്ടും മൂന്നാറിലെ ഒളിഞ്ഞിരിക്കുന്ന രത്നം എന്നാണ് ചിന്നക്കനാലിനെ വിശേഷിപ്പിക്കുന്നത്. നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന പച്ചപ്പട്ടണിഞ്ഞ തേയിലത്തോട്ടങ്ങളാണ് ചിന്നക്കനാലിനെ അതീവ സുന്ദരിയാക്കി മാറ്റുന്നത്. മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ അപേക്ഷിച്ച് ഇവിടെ തിരക്ക് വളരെ കുറവാണ്. തേയിലത്തോപ്പുകൾക്ക് കൂടുതൽ ഭംഗിയേകുന്ന പഴുത്ത് പാകമായി നിൽക്കുന്ന ഓറഞ്ച് മരങ്ങളെ നമുക്കവിടെ കാണാൻ സാധിക്കും. ആ ഗ്രാമീണ പാതയിൽ കൂടുതൽ മുന്നോട്ട് പോയപ്പോഴാണ് ഇവിടെ ജീവിക്കുന്നത് എത്രത്തോളം അപകടകരമാണെന്ന് എനിക്ക് മനസ്സിലായത്. ഏത് സമയത്തും പടയപ്പെ പോലുള്ള കാട്ടാനകൾ ഇറങ്ങാൻ ഏറെ സാധ്യതയുള്ള സ്ഥലമാണ് ചിന്നക്കനാൽ. ഈ കാണുന്നതാണ് സീതാദേവി തടാകം. ഗ്യാപ്പ് റോഡിലുള്ള ആനയിറങ്ങൽ വ്യൂ പോയിന്റിൽ നിന്നും നമ്മൾ കാണുന്ന ആ മനോഹരമായ തടാകത്തിന്റെ സമീപ ദൃശ്യമാണിത്. അവിടെ ചൂണ്ടയിട്ടുകൊണ്ടിരുന്ന ഈ ചേട്ടന്മാരാണ് ഇവിടെ വരുന്നത് എത്രത്തോളം അപകടം നിറഞ്ഞതാണെന്ന് എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നത്. കഴിഞ്ഞ ദിവസം ഇവരിവിടെ ചൂണ്ടയിട്ടുകൊണ്ടിരുന്നപ്പോൾ വെള്ളം കുടിക്കാൻ വന്ന ആനക്കൂട്ടങ്ങൾ ഇവരെ ഓടിച്ചു എന്നാണ് എന്നോട് പറഞ്ഞത്. അവിടെ കിടന്ന് ആനപ്പിണ്ടം കണ്ടപ്പോൾ എനിക്കത് സത്യമാണെന്ന് ബോധ്യമായി. കൂടുതൽ സമയം അവിടെ നിൽക്കുന്നത് അപകടമാണെന്ന് മനസ്സിലാക്കിയ ഞാൻ ബുള്ളറ്റും എടുത്ത് വീണ്ടും ബോധിമേട്ടിലേക്ക് യാത്ര ആരംഭിച്ചു. ബോധിമേട്ടിലേക്കുള്ള യാത്രാവിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ, ടാറ്റാ.